അന്യപ്രേക്ഷകർക്ക് നമസ്കാരം. ശശി തരൂരിനെ മിക്കവാറും കേരളത്തിലെ കോൺഗ്രസ് സംവിധാനങ്ങൾ വി.ഡി. സതീശന്റെ നേതൃത്വത്തിൽ പുറത്താക്കാൻ ഒരുപാട് സാധ്യതകളാണ് ഇപ്പോ ലേറ്റസ്റ്റ് ആയിട്ട് കണ്ടുകൊണ്ടിരിക്കുന്നത്. കാരണം മറ്റൊന്നുമല്ല, ബംഗ്ലാദേശ് വിഷയത്തിലൊക്കെ നമ്മുടെ രാജ്യത്തിന്റെ നിലപാട് ഉയർത്തിപ്പിടിച്ച് ശക്തമായിട്ട് ആ വിഷയങ്ങളിൽ പ്രതികരണങ്ങൾ നടത്തുന്നുണ്ട്. കാരണം മറ്റൊന്നുമല്ല, പുറത്താക്കുമെന്ന് നമ്മൾ വെറുതെ പറഞ്ഞതല്ല. വി.ഡി. സതീശനും കൂട്ടരും കേരളത്തിലെ ജമാഅത്തെ ഇസ്ലാമിയെ കൂട്ടുപിടിച്ച് എങ്ങനെയെങ്കിലും നിയമസഭാ ഇലക്ഷനിൽ അധികാരത്തിലെത്താൻ സകല തീവ്ര ചിന്താഗതിക്കാര് തീവ്രവാദ സംഘടനകളെയും കൂട്ടുപിടിച്ച് മത്സരിക്കാൻ രംഗത്തിറങ്ങിയ സമയത്ത് തരൂര് ജമാഅത്തെ ഇസ്ലാമിക്ക് എടുത്ത് ആറ്റിലെറിയുന്നത് പോലെയുള്ള നിലപാടുമായിട്ടാ ഈ രംഗത്തെത്തിയത്. അദ്ദേഹം മുന്നോട്ട് വെച്ച ബംഗ്ലാദേശ് വിഷയത്തിലെ പ്രധാനപ്പെട്ട 3 വിഷയങ്ങൾ എടുത്തൊന്ന് ഞാൻ മുന്നോട്ട് വെക്കാം. ആദ്യത്തെ ലേറ്റസ്റ്റ് ആയിട്ട് മാധ്യമങ്ങളോട് സംസാരിക്കുന്നുണ്ട് ഈ ബംഗ്ലാദേശ് വിഷയത്തെ കുറിച്ച്. എത്ര സുന്ദരമായിട്ടാണെന്നോ ആ സംസാരിക്കുന്നതിൽ ഇന്ത്യ എന്ന വികാരമാണ് അദ്ദേഹം ഉയർത്തിപ്പിടിക്കുന്നത്. അതിവിടെ ഭരണപക്ഷമോ പ്രതിപക്ഷമോ എന്നൊന്നുമില്ല. ഇവിടെ രാഹുൽ ഗാന്ധി പ്രതിപക്ഷ നേതാവൊക്കെ ശശി തരൂരിനെ കണ്ടുപഠിക്കണം. അദ്ദേഹം മാധ്യമങ്ങളോട് കൊടുത്ത മറുപടി ഒന്ന് ഞാൻ വായിച്ചു കേൾപ്പിക്കാം. ഞങ്ങൾക്ക് ആശങ്കയുണ്ട്, നമ്മുടെ രാജ്യവുമായി ബന്ധപ്പെട്ട് അദ്ദേഹം ഉയർത്തുന്നത്, അല്ലാതെ ഭരണപക്ഷമോ പ്രതിപക്ഷമോ എന്നൊന്നല്ല. തുടർന്ന് നോക്കാം. ബംഗ്ലാദേശിൽ ഉത്തരവാദിത്തമില്ലാത്ത ചില ഘടകങ്ങൾ വളരെ മണ്ടത്തരങ്ങൾ പറയുന്നുണ്ട്. 7 സംസ്ഥാനങ്ങളെയും ഇന്ത്യയുടെ മറ്റു ഭാഗങ്ങളിൽ നിന്ന് വേർതിരിക്കുമെന്ന് ഒരു വിദ്യാർത്ഥി നേതാവ് അടുത്തിടെ പ്രസ്താവന നടത്തിയത് നിങ്ങൾ കണ്ടോ? ഇങ്ങനെ സംസാരിക്കാൻ അയാൾ ആരാണ്? പക്ഷെ ആളുകൾ ഇത് ചെയ്യുന്നു. അതിനാൽ അത്തരം ഘടകങ്ങൾ അഴിഞ്ഞാടുന്നുണ്ടെന്ന് ഞങ്ങൾക്ക് വളരെ ബോധ്യമുണ്ട്. ബംഗ്ലാദേശിനുള്ളിൽ ഇന്ത്യയുടെ അടിസ്ഥാന താല്പര്യങ്ങൾക്ക് ഹാനികരമാകാതിരിക്കാൻ അധികാരികളുടെ ഭാഗത്ത് നിന്ന് എന്തെങ്കിലും ക്രിയാത്മക നടപടി ഉണ്ടാകുമെന്ന് ഞങ്ങൾ പ്രതീക്ഷിക്കുന്നു. ഇതുപോലെ ബംഗ്ലാദേശിലെ സ്ഥിരതയ്ക്കും സമാധാനത്തിനും ജനാധിപത്യത്തിനും ഞങ്ങൾ പിന്തുണ നൽകുന്നുണ്ടെന്ന് ഉറപ്പാക്കാനും ഞങ്ങൾ ശ്രദ്ധിക്കും. ഈ രാജ്യ താല്പര്യമാണ്. പ്രതിപക്ഷ നിരയിലെ ഒരു MP എന്ന ആ ഒരു സ്ഥലത്ത് നിന്നുകൊണ്ട് അദ്ദേഹം രാജ്യ താല്പര്യം, ഇതാണ് രാഹുൽ ഗാന്ധി നമ്മുടെ പ്രതിപക്ഷ നേതാവ് കണ്ടുപഠിക്കേണ്ടത്. നമുക്കറിയാം, ഓപ്പറേഷൻ സിന്ദൂരിൽ പോലും പാകിസ്ഥാനൊപ്പം നിന്ന് അവരുടെ പ്രചരണത്തെയായിരുന്നു ഏറ്റുപിടിച്ചത് ഈ രാഹുൽ ഗാന്ധി. അന്നും നമുക്കൊപ്പമായിരുന്നു ശശി തരൂരി എന്നുള്ളതും സകലരും തിരിച്ചറിയണം. എത്ര സുന്ദരമായിട്ടാണ് നമ്മുടെ രാജ്യത്തിനെതിരെ അവിടെ കിടന്ന് തോന്നിയത് വിളിച്ചു പറയാൻ അയാളൊക്കെ ആരാണ് എന്ന് തന്റെ ആളത്തോട് കൂടി ചോദിക്കുക. ഇതൊന്നും കോൺഗ്രസിലെ മറ്റൊരാളും ചോദിക്കുന്നില്ല എന്നുള്ളതാണ് സകല ആളുകളും ഗൗരവത്തിൽ തിരിച്ചറിയേണ്ടത്. ഒരു ശശി തരൂരെങ്കിലും, ഇനി ശശി തരൂരിന്റെ അവസ്ഥ എന്തായിരിക്കും എന്നുള്ളത് ഞാൻ വെറുതെ ചോദിച്ചല്ല. അടുത്ത 1-2 പ്രഖ്യാപനങ്ങൾ ഞാനൊന്ന് വായിച്ചു കേൾപ്പിക്കാം. അതായത് നമ്മുടെ വിദേശകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റിയുടെ ഒരു റിപ്പോർട്ട്, അതായത് ശശി തരൂര് MP അധ്യക്ഷനായിട്ടുള്ള വിദേശകാര്യ പാർലമെന്ററി സ്റ്റാൻഡിംഗ് കമ്മിറ്റിയുടെ റിപ്പോർട്ടാണ്. ഈ റിപ്പോർട്ടിൽ വ്യക്തമായിട്ട് ബംഗ്ലാദേശുമായി ബന്ധപ്പെട്ട് തരൂരിന്റെ നേതൃത്വത്തിൽ ഉയർത്തിപ്പിടിക്കുന്നത് ബംഗ്ലാദേശിൽ ഇത്തരത്തിൽ വിഷയമുണ്ടാവാൻ കാരണം തീവ്ര ഇസ്ലാമിസ്റ്റുകളുടെ പുനർപ്രവേശനമാണ്. അതേപോലെ തന്നെ പാകിസ്ഥാന്റെയും ചൈനയുടെയും ബംഗ്ലാദേശിലുള്ള സ്വാധീനം വർദ്ധിപ്പിച്ചതുമൊക്കെയാണ് അവിടെ കലാപം ഉണ്ടാവാനുള്ള പ്രധാന കാരണമെന്ന് ഉയർത്തിപ്പിടിക്കുന്നുണ്ട്. ഇത് കോൺഗ്രസിലെ ആരെങ്കിലും ഉണ്ടോ? തീവ്ര ജിഹാദി സംവിധാനങ്ങള്, ജമാഅത്തെ ഇസ്ലാമി സംവിധാനങ്ങള് അവിടെ അപകടകരമായിട്ടുള്ള ഒരു അവസ്ഥയിലൂടെ ബംഗ്ലാദേശിനെ കൊണ്ടുപോകുന്നുണ്ട് എന്ന് ഏതെങ്കിലും ഒരു കോൺഗ്രസ് നേതാവ് വിളിച്ചു പറയോ? ഓരോ ആളുകൾ വന്ന് ചിന്തിച്ചു നോക്കിയാൽ ശശി തരൂര് നമ്മുടെ രാജ്യ താല്പര്യം ഉയർത്തിപ്പിടിച്ച് നിലപാട് പ്രഖ്യാപിക്കുന്നുണ്ട്. ബംഗ്ലാദേശിൽ എന്താണ് നടക്കുന്നത് എന്നുള്ളത് വളരെ വ്യക്ത. ജമാഅത്തെ ഇസ്ലാമിയുടെ നേതൃത്വത്തിലുള്ള ഒരു ഭരണ സംവിധാനം ബംഗ്ലാദേശിൽ വന്ന സമയം മുതൽ അവിടെയുള്ള ന്യൂനപക്ഷത്തെ, അതായത് ഹിന്ദുവിനെയും ക്രിസ്ത്യാനിയെയും അവിടുത്തെ ന്യൂനപക്ഷങ്ങളെ വേട്ടയാടി കൊലപ്പെടുത്തിക്കൊണ്ടിരിക്കുക. ഇതൊക്കെ ശശി തരൂര് പച്ചക്ക് തുറന്നു പറയാ. ഹിന്ദു യുവാവിനെ കൊലപ്പെടുത്തിയ വിഷയത്തിലൊക്കെ അദ്ദേഹം ശക്തമായ നിലപാടുമായിട്ട് രംഗത്തെത്തി. തീവ്ര ജിഹാദി സംവിധാനങ്ങളാണ് കൊല ചെയ്തത് എന്നുള്ളത് ഉൾപ്പെടെ അദ്ദേഹം എടുത്ത അദ്ദേഹത്തിന്റെ എക്സ്പോസ്റ്റുകളിൽ വ്യക്തമായിട്ട് മുന്നോട്ട് വെക്കുന്നത് അത് കേരളത്തിലെ രാജ്യത്തെ മറ്റേതെങ്കിലും ഒരു കോൺഗ്രസ് നേതാവിന് ഉയർത്തിപ്പിടിക്കാൻ സാധിക്കും? ഒരിക്കലും സാധിക്കൂല. കാരണം ഇവിടെയുള്ള സതീശൻ ഉൾപ്പെടെയുള്ള കോൺഗ്രസ് സംവിധാനമൊക്കെ ജമാഅത്തെ ഇസ്ലാമിയിൽ ഇപ്പോ നിയന്ത്രിക്കുന്നത്. അതൊക്കെ അറിയാത്ത ആരെങ്കിലും ഇവിടെ ഉണ്ടോ? കേരളത്തിലെ വി.ഡി. സതീശൻ ഉൾപ്പെടെയുള്ള കോൺഗ്രസ് സംവിധാനങ്ങളെ നിയന്ത്രിക്കുന്നത് ജമാഅത്തെ ഇസ്ലാമിയ.
ജമാഅത്തെ ഇസ്ലാമിയെ കൂട്ടുപിടിച്ചാണ് ത്രിതല പഞ്ചായത്ത് തിരഞ്ഞെടുപ്പില് UDF കേരളത്തിൽ മുന്നേറ്റം ഉണ്ടാക്കിയത്. വരുന്ന നിയമസഭാ ഇലക്ഷനിലും ഇതേ ജമാഅത്തെ ഇസ്ലാമിയെ കൂട്ടുപിടിച്ച് ജയിക്കാൻ നിൽക്കല്ലേ ഈ UDF. അപ്പൊ സ്വാഭാവികമായിട്ടും തരൂരിനെ മിക്കവാറും എടുത്ത് പുറത്തിടില്ലേ. ഈ റിപ്പോർട്ടില് മറ്റൊരു പ്രധാനപ്പെട്ട വിഷയം കൂടി ഉയർത്തിപ്പിടിക്കുന്നുണ്ട്. അതായത് ഷെയ്ഖ് ഹസീനക്ക് അഭയം കൊടുത്തത്, നമ്മുടെ രാജ്യം അഭയം കൊടുത്തത് വളരെ നല്ലത് തന്നെയാണ്. എന്നാൽ ഇന്ത്യൻ മണ്ണിൽ വെച്ചിട്ട് രാഷ്ട്രീയ പ്രവർത്തനം നടത്താൻ അനുമതി കൊടുക്കരുത് എന്നുള്ളത് വളരെ വ്യക്തമായിട്ടും തരൂർ ഈ റിപ്പോർട്ടിൽ ഉയർത്തിപ്പിടിക്കുന്നുണ്ട്. ഇതിന് മറുപടിയായിട്ട് നമ്മുടെ വിദേശകാര്യ സെക്രട്ടറി വിക്രം മിശ്രി വ്യക്തമായിട്ട് കമ്മിറ്റിയോട് പറയുന്നുണ്ട്, അവർക്ക് ആക്സസ് ഉള്ള വ്യക്തിഗത ആശയവിനിമയ ഉപകരണങ്ങൾ ഉപയോഗിച്ചാണ് അവർ പ്രസ്താവനകൾ പുറപ്പെടുവിക്കുന്നത്. കൂടാതെ ഇന്ത്യൻ പ്രദേശത്ത് നിന്ന് രാഷ്ട്രീയ പ്രവർത്തനങ്ങൾ ഏറ്റെടുക്കുന്നതിന് ഇന്ത്യ അവർക്കൊരു രാഷ്ട്രീയ വേദിയോ രാഷ്ട്രീയ ഇടമോ നൽകുന്നില്ല എന്നും മറുപടി കൊടുക്കുന്നുണ്ട്. ഇനി ഇതേ ശശി തരൂര് ഒരു മാസം മുമ്പേ വ്യക്തമായിട്ടൊരു ആശങ്ക മുന്നോട്ട് വെച്ചിട്ടുണ്ട്. ഞാൻ അതിന്റെ സ്ക്രീൻഷോട്ടാണ്, ന്യൂസ് പേപ്പർ കട്ടിംഗ് ആണ് ഇവിടെ കൊടുക്കുന്നത്. അതിൽ വ്യക്തമായിട്ട് തരൂര് പറയുന്നുണ്ട്, ആശങ്കാജനകമായ സൂചന, ബംഗ്ലാദേശ് യൂണിവേഴ്സിറ്റി തിരഞ്ഞെടുപ്പിലെ ജമാഅത്തെ ഇസ്ലാമിയുടെ വിജയത്തിൽ ശശി തരൂർ. അതായത് പ്രധാനപ്പെട്ട ഒരു യൂണിവേഴ്സിറ്റിയിൽ, ബംഗ്ലാദേശിലെ യൂണിവേഴ്സിറ്റി തിരഞ്ഞെടുപ്പില് ജമാഅത്തെ ഇസ്ലാമിയുടെ വിജയത്തെ അപകടമായിട്ട് മാസങ്ങൾക്ക് മുമ്പേ തന്നെ ശശി തരൂര് പ്രഖ്യാപിച്ചിട്ടുണ്ട്. അതേപോലെ തന്നെ ഇന്ന് ബംഗ്ലാദേശ് നിന്ന് കത്തുകയാണ്. ശശി തരൂര് വ്യക്തമായിട്ട് പറയുന്നു, ജമാഅത്തെ ഇസ്ലാമി അപകടമാണ്. ആ ജമാഅത്തെ ഇസ്ലാമി ക്യാമ്പസുകൾ, യൂണിവേഴ്സിറ്റികൾ പിടിച്ചെടുത്ത സമയത്ത് തന്നെ തരൂര് പ്രഖ്യാപിച്ചിട്ടുണ്ട്, ഇതൊരു അപകടമാണ്. ചുരുക്കി പറഞ്ഞാൽ നമ്മുടെ കേരളത്തിലെ ജമാഅത്തെ ഇസ്ലാമിയെ കോൺഗ്രസ് കൂട്ടിപ്പിടിക്കുന്നതും അപകടമാണ് എന്ന് തന്നെയല്ലേ ബോധമുള്ള ഓരോ മലയാളിയും തിരിച്ചറിയേണ്ടത്. ലോകം മൊത്തമുള്ള ജമാഅത്തെ ഇസ്ലാമി, അത് ബംഗ്ലാദേശിലാണെങ്കിലും നമ്മുടെ രാജ്യത്താണെങ്കിലും ലോകത്ത് എവിടെയാണെങ്കിലും അവരുടെ വാദം എന്ന് പറയുന്നത് ഒരൊറ്റ കാര്യമാണ്, മതരാഷ്ട്രവാദം. അവരുടെ മതത്തിന്റെ പേരിലുള്ള ഒരു രാഷ്ട്രമുണ്ടാക്കുക എന്നുള്ളത് തന്നെയാണ് ഓരോ ജമാഅത്തെ ഇസ്ലാമിക്കാരന്റെയും ലക്ഷ്യം. അത് ബംഗ്ലാദേശ് ആണെങ്കിലും ഇന്ത്യ ആണെങ്കിലും അതിലൊന്നും ഒരു മാറ്റമുണ്ടെന്ന് ബോധമുള്ള ഒരാളും അംഗീകരിക്കേണ്ട അത് തന്നെയാണ്. അവർ മതരാഷ്ട്രവാദം തന്നെയാണ് ലോകത്ത് എവിടെയാണെങ്കിലും ഒരേപോലെ അംഗീകരിക്കുക. നമ്മുടെ രാജ്യത്തിന്റെ ഭരണഘടനയെ അവർക്ക് പുല്ലുവിലയാണ്. ജമാഅത്തെ ഇസ്ലാമി എന്ന് പറയുന്നത് അവർക്കൊരു സംവിധാനങ്ങളുണ്ട്, അതിനനുസരിച്ച് അവർ മുന്നോട്ട് പോകൂ. ഇത് കൃത്യമായിട്ട് തിരിച്ചറിഞ്ഞുകൊണ്ട് തന്നെയാ ശശി തരൂര് ബംഗ്ലാദേശിലെ ഒരു യൂണിവേഴ്സിറ്റിയിൽ ജമാഅത്തെ ഇസ്ലാമിയുടെ വിദ്യാർത്ഥി സംഘടന അധികാരം പിടിച്ച സമയത്ത് തന്നെ പറഞ്ഞത് ബംഗ്ലാദേശ് തകരാൻ പോകുന്നു. അതേപോലെ സംഭവിച്ചു. കേരളത്തില് കോൺഗ്രസ് ചെയ്യുന്നതും അത് തന്നെയാ. നമ്മുടെ കേരളത്തിൽ പ്രശ്നങ്ങൾ ഉണ്ടാവും, വിഷയങ്ങൾ ഉണ്ടാവും. ഈ ജമാഅത്തെ ഇസ്ലാമിയൊക്കെ കൂട്ടുപിടിച്ച് കോൺഗ്രസ് അധികാരത്തിലെത്തിയാൽ എന്നുള്ളതിൽ ഒരു തർക്കവും വേണ്ട. ഇത് യഥാർത്ഥത്തില് VD സതീശന്റെ നീക്കത്തിന് കൂടിയാണ് കടക്കൽ തരൂര് കത്തിവെച്ചിട്ടുള്ളത്. നമുക്ക് കാത്തിരിക്കാം തരൂരിനേക്കരി സതീശനും കൂട്ടരും എടുത്ത് പുറത്തിടുവോ എന്നുള്ളത്. ഏതായാലും തരൂരിന് ചേർന്നൊരു ഇടവുമല്ല കോൺഗ്രസ് എന്നുള്ളതിലും ഒരു തർക്കവും ആർക്കും തന്നെ വേണ്ട.